MR അജിത് കുമാർ നിയമ നടപടിക്ക് പോകുന്നു. നിയമപരമായി അതിനെ നേരിടാൻ പോകുന്നു. സസ്പെൻഡ് ചെയ്തതിൽ പിഴവെന്ന് ചൂണ്ടിക്കാണിക്കും. SIT റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല എന്നതാണ് പ്രധാനമായും ആയുധമാക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. SIT റിപ്പോർട്ടറിന് വകുപ്പ് തല അന്വേഷണമാണ് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. അത് ചെയ്യാതെ സസ്പെൻഡ് ചെയ്തത് അനീതിയാണെന്നാണ് അജിത് കുമാറിന്റെ വാദം. അന്വേഷണത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെന്നും കേസ് അവസാനിപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ മാത്രമാണ് ആലപ്പുഴ SP മെസ്സേജിലൂടെ നിർദ്ദേശം നൽകിയതെന്നും ADGP വാദിക്കുകയും ചെയ്യും. അനിൽ ഇമ്മാനുവലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, ഗുഡ് മോർണിംഗ് അനിൽ. ഈ SIT കൊടുത്ത റിപ്പോർട്ടിലെ പിഴവുകൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ. ഒരുപക്ഷെ CAT സമീപിക്കുകയാണെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയാണെങ്കിൽ MR അജിത് കുമാറിന് പിടിവള്ളിയായേക്കാവുന്ന വീഴ്ചകൾ SIT റിപ്പോർട്ടിൽ ഉണ്ടോ? അരുൺകുമാർ, തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ MR അജിത് കുമാറിനെതിരെ പല വിഷയങ്ങളിൽ പല ആരോപണങ്ങളിൽ നടപടി വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നതാണ്, മുന്നണിക്കുള്ളിൽ നിന്ന് പോലും ഉയർന്നതാണ്. അന്നൊന്നും പക്ഷേ ഉണ്ടായില്ല. ഇപ്പോൾ നടപടി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതൊരു നിയമ പോരാട്ടത്തിന്റെ ഘട്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ എല്ലാ വഴികളും എല്ലാ പഴുതുകളും അദ്ദേഹം തേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തുന്നയിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടിൽ 9 പേജുള്ള ഈ റിപ്പോർട്ടിന്റെ അവസാന പാരഗ്രാഫ് ഞാൻ രണ്ടുപേരും വായിക്കാം. The SIT is therefore of the view that the allegations against then ADGP Law and Order and the officers attached to his office may be inquired into separately by a senior officer without affecting the ongoing further investigation എന്ന് പറഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ട് AP ഷൌക്കത്ത് അലി കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് തന്റെ അന്വേഷണത്തിൽ ADGPയുടെയോ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരുടെയോ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു അന്വേഷണം മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് മറ്റൊരു അന്വേഷണം നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ടുള്ള അന്വേഷണം ന്യായമായ ഒരു കാര്യമാണ്. കാരണം ഇത്ര ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ADGP. അതേസമയം തന്നെ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ADGPയുടെ മൊഴിയെടുക്കാൻ നിയമപരമായി യാതൊരു തടസ്സവും ഉണ്ടായില്ല. പക്ഷേ അത് ആ ഘട്ടത്തിൽ AP ഷൌക്കത്തിൽ ബോധപൂർവ്വം ഒഴിവാക്കിയതാണ് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം എന്ന് അദ്ദേഹം DGPക്ക് റിപ്പോർട്ട് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ കാര്യം നമുക്ക് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുക. മാത്രവുമല്ല, MR അജിത് കുമാർ DGPക്ക് നൽകിയ മറുപടിയിൽ ഇതിന് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം തനിക്ക് ഈ 3 ദിവസമാണ് മറുപടി നൽകാനായി നൽകിയിരുന്നത്. ഇത് മതിയാവില്ല. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന മുൻപത്തെ ആലപ്പുഴയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരുടെ ഓരോരുത്തരുടെയും മൊഴികളെ എതിർത്ത് തനിക്ക് വിശദീകരണം നൽകാൻ സാധിക്കും. പക്ഷെ അതിന് സമയം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നൽകാനാവില്ല എന്നറിയിച്ചുകൊണ്ടാണ് DGP റിപ്പോർട്ട് സർക്കാരിലേക്ക് അയച്ചത്. വേണമെങ്കിൽ ഒരു പക്ഷേ DGP നടത്തി ഈ മെമ്മോ നൽകി വിശദീകരണം തേടിയത് മറ്റൊരു എൻക്വയറിയായി പരിഗണിക്കാമെന്ന് സർക്കാർ വാദിച്ചേക്കാം. പക്ഷേ അത് മതിയാകില്ല എന്നുള്ളതാണ് MR അജിത് കുമാർ നിയമപരമായി നേരിടുമ്പോൾ കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, നമുക്കറിയാം ഈ മൊഴികളല്ലാതെ മറ്റൊരു സുപ്രധാനമായ എവിഡൻസ് തെളിവ് MR അജിത് കുമാറിനെതിരെ ഉണ്ടായത് അദ്ദേഹം ആലപ്പുഴയിൽ SP ആയിരുന്ന ചൈത്ര തെരേസ ജോണിന് അയച്ചെന്ന് പറഞ്ഞ 2 മെസ്സേജുകളാണ്. അത് ദ CM PSO കേസ് മേ ബി റെഫേർഡ് ബൈ ടുമോറോ, അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ PSO പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അവർക്കെതിരെയുള്ള കേസ് മേ ബി റെഫേർഡ് ബൈ ടുമോറോ എന്ന് പറഞ്ഞ നാളെ തന്നെ റെഫർ ചെയ്തുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. അതിന് പിന്നാലെ മറ്റൊരു മെസ്സേജ്, ഐ തിങ്ക് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓവർ ആൻഡ് ഓൺലി പെൻഡിംഗ് ഫോർ ഫർദർ നോട്ടീസ്. ഇത് ഏറ്റവും വലിയ പഴുതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിരിക്കുന്നു, റിപ്പോർട്ട് റെഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ അത് കോടതിയിൽ കൊടുത്തേക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ DGP ആരോപിക്കുന്നത് പോലെ അന്വേഷണം അട്ടിമറിക്കാൻ, അന്വേഷണം റഫർ ചെയ്ത് അവസാനിപ്പിക്കാൻ താൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അന്വേഷണ സംഘം തയ്യാറാക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കൂ എന്ന് മാത്രമാണ് താൻ നിർദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ വാദം അദ്ദേഹം കോടതിയിൽ ഉന്നയിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മാത്രവുമല്ല, ഇതിനനുബന്ധമായി വരാവുന്ന മറ്റൊരു വാദം കൂടിയുണ്ട്. ഒരു കേസ് എഴുതി അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി വേണ്ട അംഗീകാരം വേണ്ടത് SP-യുടെയാണ്, ജില്ലാ പോലീസ് മേധാവിയുടെയാണ്. ആ SP-ക്കാണ് അജിത് കുമാർ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SP-ക്ക് ആ ഘട്ടത്തിൽ ഇടപെടാമായിരുന്നു, വേണമെങ്കിൽ അന്വേഷണം നേർവഴിക്ക് കൊണ്ടുപോകാമായിരുന്നു. അതുണ്ടായില്ല. അതിന് പകരം തന്റെ മേൽ കുറ്റം ചാരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാദം. ഇതെല്ലാം ഈ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഓക്കെ, അനിൽ ഇമ്മാനുവലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അതിൽ CAT-യിലേക്ക് പോകാനുള്ള പഴുതുകളുണ്ട് എന്നാണ് അജിത് കുമാർ കണ്ടെത്തിയിരിക്കുന്നത്. CAT അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് MR അജിത് കുമാർ. SIT റിപ്പോർട്ടിന്മേലുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും MR അജിത് കുമാർ CAT സമീപിക്കാൻ പോകുന്നത്.